നമ്മളൊരു സീരീസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് MGSന്റെ കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്ന പുസ്തകം അത് വായിച്ച സമയത്ത് അത് ആ ഒരു ചേരമാൻ പെരുമാളിന്റെ ഭാഗം മാത്രമാണ് വായിച്ചത്. ആ സമയത്താണ് ഒരു സുഹൃത്ത് പറഞ്ഞത് അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഞാനത് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സെയിൻറ്റ് തോമസ് കേരളത്തിലേക്ക് വന്ന ചരിത്രം. അപ്പോൾ അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സെയിൻറ്റ് തോമസ് അല്ലെങ്കിൽ തോമസ് ലീഹ കേരളത്തിലേക്ക് വരികയും ഒരുപാട് പേരെ ക്രിസ്ത്യൻസ് ആക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതും ഉയർന്ന ജാതിയിലുള്ള സവർണരായ ആളുകളെയാണ് ചെയ്തത്. അതുമാത്രമല്ല അവർ കുറച്ചും കൂടി ഞങ്ങളെ തോമസ് ലീഹ നേരിട്ട് ക്രിസ്ത്യൻസ് ആക്കിയതാണ്, നേരിട്ട് ജ്ഞാനസ്നാനം ചെയ്തതാണ് എന്ന് പറയുള്ളൂ. അതിന് വേറൊരു പേരില്ല, മാമോദിസ മുക്കിയത് അല്ലേ, നേരിട്ട് മാമോദിസ മുക്കിയതാണ്. ആര്? സെയിൻറ്റ് തോമസ് നേരിട്ട് മാമോദിസ മുക്കിയ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അതായത് അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണെന്നുള്ളത്. പക്ഷെ അതും ഒരു കള്ളക്കഥയാണ്, കേരള ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ളതായ ഒരു കള്ളക്കഥയാണ് എന്നാണ് MGS പറയുന്നത്. MGS അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് കേട്ടോക്കാം. എന്താണ് MGS പറയുന്നത്, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്വേഷിച്ച് നോക്കുക. ഇതിൽ MGS പറഞ്ഞതാണോ ശരി, അതല്ല കാലങ്ങളായി ഇവിടെ പറയപ്പെടുന്ന തോമസ് ലീഹ നേരിട്ട് വന്ന് ഇവിടെ വന്ന് കുറേ പേരെ മാമോദിസ മുക്കി എന്ന് പറയുന്നതാണോ ശരി എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ MGS പറയുകയാണ്, സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്ന കഥ. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു ഭഗവാന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ സെയിൻറ്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. ചേരമാൻ പെരുമാളെയും ചില ബ്രാഹ്മണ കുടുംബക്കാരെയും അഥവാ ശങ്കരമംഗലം പകലോമറ്റം മതം മാറ്റം നടത്തിയെന്നും പാലയവും തുടങ്ങി ചില ക്രിസ്ത്യൻ പള്ളികൾ സ്ഥാപിച്ചുവെന്നും കുരിശുകൾ നാട്ടിയെന്നുമുള്ള കഥയാണ് രണ്ടാമതായി ഉപേക്ഷിക്കേണ്ടത്. പീറ്റർ, പോൾ എന്നീ അപ്പോസ്തലന്മാർ റോമിലേക്ക് പോയി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ തോമസ് ഹിന്ദിലേക്ക് കിഴക്കോട്ട് പോയെന്നാണ് അനക്ഡോട്ട സിറിയാക്ക, ആക്ട തോമെ തുടങ്ങിയ സിറിയൻ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ അടങ്ങിയ ഹിന്ദുസ്ഥാൻ ഉപവൻകരക്കാണ് പ്രാചീന ദശയിൽ ഹിന്ദ് എന്ന് പൊതുവെ പറഞ്ഞിരുന്നത്. ഹിന്ദിലെത്തി ഗോണ്ടഫറസ് എന്ന രാജാവിനെയും മന്ത്രിമാരെയും മതം മാറ്റം വരുത്തിയെന്നാണ് ഐതിഹ്യങ്ങൾ ഘോഷിക്കുന്നത്. ഗോണ്ടഫറസ് എന്നത് അഫ്ഗാനിസ്ഥാനിലെ ഗാന്ധാരം അഥവാ തക്ഷശിലക്ക്, ഇന്നത്തെ ടാക്സില, അഫ്ഗാനിസ്ഥാനിലെ തക്ഷശിലക്ക് അടുത്തുള്ള രാജ്യം ഭരിച്ച ഒരു ഗ്രീക്കോ ബാക്ട്രിയൻ രാജാവാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വക ധാരാളം നാണയങ്ങൾ ക്രിസ്തു 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായവ ഗാന്ധാരത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആധുനിക മലയാള ഭാഷയിൽ എഴുതപ്പെട്ട റംബാൻ പാട്ടുകളിലും പള്ളിപ്പാട്ടുകളിലും ഗോണ്ടഫറസ് എന്ന രാജാവിൻ്റെ പേര് സ്ഥാനം പിടിച്ചിരിക്കുന്നു. യെരുശലേമിൽ നിന്ന് കരവഴി സിറിയയിലേക്കും അവിടെ നിന്ന് ഗാന്ധാരത്തിലേക്കും പോകാൻ എളുപ്പമാണ്. അതാണ് സെയിൻറ്റ് തോമസ് സ്വീകരിച്ചിരിക്കാവുന്ന മാർഗം എന്ന് ന്യായമായി അനുമാനിക്കാം. സിറിയൻ ക്രിസ്ത്യാനികളെന്നും തോമാ ക്രിസ്ത്യാനികളെന്നും വിളിക്കപ്പെട്ടിരുന്നവർ 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ സിറിയയിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കാം. അവർ അടുത്ത കാലം വരെ സിറിയൻ ഭാഷയിലാണ് പ്രാർത്ഥനകളും പ്രസംഗങ്ങളും നടത്തിയിരുന്നത്. 1599 കേരളത്തിലെ ക്രിസ്ത്യാനികളെയെല്ലാം തങ്ങളുടെ വഴിക്ക് മാർഗം കൂട്ടുവാൻ പറങ്കികൾ ഉദയംപേരൂരിൽ വിളിച്ചുകൂട്ടിയ സൈനഡിലും അഥവാ സുനഹദോസ് കുറെ സിറിയൻ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പങ്കെടുത്തിരുന്നെങ്കിലും അവരാരും അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തെ പറ്റി ഒന്നും പ്രസ്താവിച്ചതായി കാണുന്നില്ല. തോമാ ക്രിസ്ത്യാനികൾ നേരത്തെ കേരളത്തിലുണ്ടാവാൻ അപ്പോസ്തലൻ തന്നെ ഇവിടെ വന്നുകൊള്ളണമെന്നില്ലല്ലോ. 1-2 തലമുറക്കുള്ളിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കുള്ളിൽ അവർ കേരളത്തിൽ കുടിയേറി പാർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഒക്കെ വിഷയം കഴിഞ്ഞ ചേരമാൻ്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെ പഴയ രേഖകളിൽ ചേരമാൻ്റെ വിഷയം നമ്മൾ പറഞ്ഞ സമയത്ത് MGSനെ ഉദ്ധരിച്ചിട്ട് നമ്മൾ പറഞ്ഞു പഴയ രേഖകളിൽ അത്തരം ഒരാൾ വന്നതിൻ്റെയോ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം ഉണ്ടായതിൻ്റെയോ ഒന്നും പരാമർശങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സെയിൻറ്റ് തോമസ് അഥവാ തോമസ് ലീഹ കേരളത്തിൽ വന്നിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1599 ഉണ്ടായിരുന്ന ആ ഒരു സുനഹദോസിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. സെയിൻറ്റ് തോമസ് മൗണ്ടിലും മറ്റും ഫാദർ ഹംപി
അഥവാ ഹംബഗ് എന്നാണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്, സ്വകാര്യമായി അശാസ്ത്രീയമായി നടത്തിയ പുരാവസ്തു ഖനനത്തിൽ പോലും സെന്റ് തോമസിനെ പറ്റിയുള്ള തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ക്രിസ്തു 1-ാം നൂറ്റാണ്ടിലെ റോമൻ കെട്ടിടങ്ങളുടെ അളവുകളുള്ള ശിലാഭാഗങ്ങൾ കണ്ടെത്തിയതായി ഫാദർ അവകാശപ്പെട്ടു. ആ ഖനനത്തിന്റെ രഹസ്യാത്മകതയടക്കം എല്ലാം സംശയാസ്പദമാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്ക് പള്ളിയോ കുരിശടയാളമോ ഉണ്ടായിരുന്നില്ല. വിശ്വാസികളുടെ വീടുകളിൽ ഞായറാഴ്ച തോറും മാറി മാറി കൂട്ടുചേർന്ന് പ്രാർത്ഥനയും പ്രസംഗവും നടത്തുന്ന പതിവാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈയിടെ വത്തിക്കാൻ സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദം സമ്പാദിച്ച മലയാളിയായ ഫാദർ ബെനഡിക്ട് വടക്കേതിലിൻ്റെ ഗവേഷണ പ്രബന്ധം ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പുരാവസ്തുപരവും പുരാലേഖ്യപരവും സാഹിത്യപരവുമായ എല്ലാ തെളിവുകളും ഗ്രീക്ക്, ലാറ്റിൻ, സംസ്കൃതം, സിറിയക്ക്, തമിഴ് എന്നീ ഭാഷകളിൽ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ച ശേഷം സെന്റ് തോമസിന്റെ കേരള ആഗമനത്തിന് സമകാലികമോ അതിനടുത്തതോ ആയ ഒരു തെളിവുമില്ല എന്നെഴുതി. എങ്കിലും ഒടുക്കത്തെ അധ്യായത്തിൽ തെളിവുകളുടെ അഭാവം പരിഹരിക്കാൻ പ്രബലമായ ഐതിഹ്യം പ്രയോജനപ്പെടുത്താമെന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. കേരളത്തിലെ പരസഹസ്രം സിറിയൻ ക്രിസ്ത്യാനികളെ വെറുപ്പിക്കാതിരിക്കാനുള്ള ഒരു വിദ്യയായി മാത്രമേ ആ പ്രസ്താവന കണക്കാക്കപ്പെടുകയുള്ളൂ. ക്രിസ്തു 16-ാം നൂറ്റാണ്ടിന് മുമ്പ് ക്രിസ്തു എന്നുള്ളത് MGS ഇന്നലെ MGS ഞാൻ വായിച്ച സമയത്ത് ക്രിസ്തു എന്നുള്ള ഒരു ഉദ്ധരണി ഞാൻ പറഞ്ഞപ്പോൾ, ക്രിസ്തു എന്നുള്ള ഇവിടെ പ്രയോഗിച്ച പ്രയോഗം ഞാൻ പറഞ്ഞ സമയത്ത് പലരും അത് യേശു ക്രിസ്തു ആണോ അതോ പ്രവാചകന ക്രിസ്തു എന്ന് വിളിച്ചതാണോ എന്നൊക്കെ സംശയിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു വർഷം എന്നത് ചുരുക്കി MGS ക്രിസ്തു എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതാണ് സംഭവം. ക്രിസ്തു 16-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അവശിഷ്ടം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. 7ഉം 8ഉം നൂറ്റാണ്ടുകളിലെ ചില പേർഷ്യൻ കൽക്കുരിശുകളാണ് ഏറ്റവും പഴയതായി കേരളത്തിലുള്ളത്. ക്രിസ്തു വർഷം 9-ാം നൂറ്റാണ്ടിൽ കൊല്ലം നഗരത്തിൽ തരിസാപ്പള്ളി എന്നൊരു ദേവാലയത്തിന് ആവശ്യമായ ഭൂമി പ്രവൃത്തിക്കാരായി വെള്ളാളർ, ഈഴവർ തുടങ്ങിയ കുടിക്കാർ എന്നിവ ദാനം ചെയ്തതായി പറയുന്നു. മാർ സാപ്പിർ ഈശോ എന്ന വ്യാപാര സംഘം നേതാവിനെ അല്ലാതെ സെന്റ് തോമസിനെ പറ്റി അവിടെ ഒരു പരാമർശവും ഇല്ല. അപ്പൊ മുൻകാലഘട്ടങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങൾ നോക്കുമ്പോൾ, ആ പരാമർശങ്ങളുടെ പഴക്കങ്ങൾ നോക്കുമ്പോൾ അതിലൊന്നും സെയിന്റ് തോമസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നില്ല എന്നാണ് MGS പ്രത്യേകമായി എടുത്തു പറയുന്നത്. അന്നേക്ക് മുമ്പേ സിറിയൻ ക്രിസ്ത്യൻ വണിക് സംഘങ്ങൾ കേരളത്തിൽ സ്ഥാപിതമായിരിക്കണം. അവർ മരുമക്കത്തായം അടക്കമുള്ള കേരളീയ ആചാരങ്ങളും ഭാഷയും സ്വായത്തമാക്കുകയും നാടുവാഴികളുടെയും യഹൂദരായ വ്യാപാരികളുടെയും സൗഹൃദം സമ്പാദിക്കുകയും ചെയ്തതായി കരുതാം. ചെപ്പേഡിൽ അത്തരം സൂചനകളുണ്ട്. സാക്ഷികളുടെ ഒപ്പുകൾ ഉള്ളതിൽ പഹ്ലവി, സിറിയൻ ഭാഷകളിൽ ഉള്ള ഒപ്പുകളുണ്ട്. പക്ഷേ സെന്റ് തോമസ് ഇവിടെ വന്ന കഥ കെട്ടിച്ചമച്ചതായി കരുതി തള്ളിക്കളയുക മാത്രമേ വഴിയുള്ളൂ. മതം മാറിയ 2-4 ബ്രാഹ്മണ കുടുംബങ്ങളുടെ ചരിത്രം എഴുതി വെച്ചതിൽ ശങ്കരമംഗലം, പകലോമറ്റം എന്നീ കുടുംബങ്ങളെ കാര്യം പറയുന്നത് 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലേക്ക് ഒരു ചാട്ടം നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ കെട്ടിച്ചമച്ചതിൻ്റെ കള്ളി പുറത്താക്കുന്നു. വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന സെന്റ് തോമസ് നേരിട്ട് വന്ന് മാമോദിസ മുക്കി എന്ന് അവകാശപ്പെട്ട 2 തറവാട്ടുകാര്, ആ 2 തറവാട്ടുകാരും 1-ാം നൂറ്റാണ്ടിലെ അവരുടെ ഒരു ചരിത്രത്തിന്റെ ഒരു ശകലം എന്തോ എഴുതി വെച്ചതിന് ശേഷം പിന്നീട് 16-ാം നൂറ്റാണ്ട് ആണ് പിന്നെ അവരുടെ കഥ ആരംഭിക്കുന്നത്. അതിന് ഇടയിലുള്ള ചരിത്രങ്ങളെ കുറിച്ച് ഒന്നും തന്നെ അവർ പറയുന്നില്ല എന്നത് തന്നെ സെന്റ് തോമസിന്റെ കഥ സംശയാസ്പദമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് ഇവിടെ MGS പറഞ്ഞു വെക്കുന്നത്.